Good morning. ഈ വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടൈം ഡൊമെയിൻ ബിഹേവിയർ ഫ്രം ദ പോൾ സീറോ പ്ലോട്ടും അതിനോടൊപ്പം അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും പിന്നെ അതിനുശേഷം നെറ്റ്വർക്ക് ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസുമാണ് ഈ ലെക്ചറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ഇനിഷ്യലി കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനകത്തോട്ട് പോകാൻ പറ്റും. സോ ഈ തന്നിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷനാണ്. ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഫംഗ്ഷൻ്റെ നേരത്തെ ഇതിനു മുമ്പിലുള്ള വീഡിയോ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട് പോൾസ് എന്താണ് സീറോസ് എന്താണെന്നുള്ള. നെറ്റ്വർക്ക് ഫംഗ്ഷൻ്റെ ന്യൂമറേറ്റർ പാർട്ടിനെ ഈ രീതിയിൽ, അതായത് എസ് മൈനസ് Z1 എസ് മൈനസ് ടേംസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേറ്റഡ് ടു സീറോ ചെയ്യുക. ആ ടൈമിൽ ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് സീറോസ് എന്നും. സിമിലർലി ഡിനോമിനേറ്റർ പാർട്ടിനെ ഇതുപോലെ തന്നെ റീഅറേഞ്ച് ചെയ്ത് ഇക്വേറ്റഡ് ടു സീറോ ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് പോൾസ് എന്നുള്ളതും കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ പോളിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ റെസ്പോൺസിന് എന്ത് ചേഞ്ച് വരും എന്നുള്ളതാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പോളിൻ്റെ ലൊക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. പോളിൻ്റെ ലൊക്കേഷൻ ഇതേ കണക്ക് സിഗ്മ ജെ ഒമേഗ ആക്സിസ് എക്സ്പ്ലെയിനിൻ്റെ എക്സാക്ട്ലി എസ് ഈക്വൽ ടു സീറോയിലാണ് വരുന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ട് ചെയ്ത് പോകുന്ന റെസ്പോൺസ്, ടൈം ഡൊമെയിൻ്റെ റെസ്പോൺസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഈ രീതിയിൽ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കണക്കായിരിക്കും വരുന്നത്. സോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫംഗ്ഷൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. റൈറ്റ്, ഇവിടെ പോളിൻ്റെ ലൊക്കേഷൻ പോളാണ് തന്നിരിക്കുന്ന 1/s ആയിരിക്കും. റൈറ്റ്, ടൈം ഡൊമൈനിൽ ഈ രീതിയിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ വരിക എന്ന് പറഞ്ഞാൽ പോള് എസ് ഈക്വൽ ടു സീറോയിൽ ലൈ ചെയ്യുന്നു എന്നാണ് മീനിങ്. എസ് ഈക്വൽ ടു സീറോയിൽ പോള് ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ വേറെ സീറോസ് ഒന്നും തന്നെയില്ല. സോ അതുകൊണ്ട് 1/s ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് വൺ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വണ്ണിൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിലാണെങ്കിൽ പോള് ലെഫ്റ്റ് ഹാഫ് സൈഡ് ഓഫ് റിയൽ ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്. ഇതാണ് റിയൽ ആക്സിസ്. റിയൽ ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലായിരിക്കും ലൈ ചെയ്യുന്നത്. അപ്പോൾ പോള് റിയൽ ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിൽ ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഇത് കണക്ക് ഫോളിംഗ് എക്സ്പൊണൻഷ്യൽ ആയിരിക്കും, e⁻⁻⁴. അപ്പോൾ ഈ പോളിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ആ നെറ്റ്വർക്ക് ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇതിപ്പോൾ എ ആണെങ്കിൽ 1/s + a ആയിരിക്കും. റൈറ്റ്, കാരണം അതുകൊണ്ടാണ് എസ് ഈക്വൽ ടു -a, ഡിനോമിനേറ്റർ പാർട്ട് ഈക്വൽ ടു സീറോ ചെയ്യുക. പോളിൻ്റെ ലൊക്കേഷൻ -aയിലായിരിക്കും. റൈറ്റ്, ഇത് നെഗറ്റീവ് റിയൽ ആക്സിസ് ആണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് e⁻⁻⁴ വരുന്ന രീതിയിലായിരിക്കും. സിമിലർലി നെക്സ്റ്റ് പോളിൻ്റെ ലൊക്കേഷൻ ചെക്ക് ചെയ്യുക. എസ് ഈക്വൽ ടു +a. റൈറ്റ്, ഇത് +a ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് പോസിറ്റീവ് റിയൽ ആക്സിസിലാണ്. പോസിറ്റീവ് റിയൽ ആക്സിസിലാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി ഒബ്റ്റെയിൻ ചെയ്യുന്ന റെസ്പോൺസ് e⁻⁴ ആയിരിക്കും. e⁻⁴ എന്ന് പറയുന്നത് t →∞, e⁻⁻⁴ ആണ്. സോ അത് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോളിൻ്റെ ലൊക്കേഷൻ 1/s - a ആയിരിക്കും. അപ്പോൾ 1/s - a ആയിട്ടാണ് പോളിൻ്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ഫംഗ്ഷൻ 1/s - a ആയിട്ടാണ് വരികയും. സിമിലർലി പോളിൻ്റെ ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റർ പാർട്ട് ഈക്വൽ ടു സീറോ ചെയ്യുക. സോ എസ് ഈക്വൽ ടു a ഒബ്റ്റെയിൻ ചെയ്യും. ആ ടൈമിൽ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് e⁻⁻⁴ ടെൻഡ് ചെയ്യാം. കാരണം പോള് റൈറ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിലാണ്. ഇങ്ങനത്തെ ഒരു സിസ്റ്റം അൺസ്റ്റേബിൾ ആയിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ ചെക്ക് ചെയ്യുമ്പോൾ പോളിൻ്റെ ലൊക്കേഷൻ j⍵ ആക്സിസിലാണ്. j⍵ ആക്സിസിൽ ഞാൻ നേരത്തെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നെറ്റ്വർക്ക് ഫംഗ്ഷൻ ആണെങ്കിലും ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ആണെങ്കിലും കോംപ്ലക്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ കോൺജുഗേറ്റ് പേയേഴ്സ് ആയിട്ടേ വരാവും. സപ്പോസ് ഇത് +j2 ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ്ലി കോൺജുഗേറ്റ് പെയറായി -j2 കാണും. അപ്പോൾ എക്സാക്ട്ലി ഈ പോൾസ് j⍵ ആക്സിസിലാണ് ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സിനുസോയിഡൽ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന കണക്ക് സിനുസോയിഡൽ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഇതിന് പുറമെ അഡീഷണലി ഇവിടെ 2 പോൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പോൾ, സിമിലർലി സെക്കൻഡ് പോൾ. 2 പോളായപ്പോൾ നമുക്ക് സിനുസോയിഡൽ റെസ്പോൺസ് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ഇതിൻ്റെ കൂടെ ഒരു സീറോയും കൂടെ ഉണ്ടെങ്കിൽ, അഡീഷണലി ഒരു സീറോയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് കോസിനുസോയിഡൽ ആയിരിക്കും. കോസിനുസോയിഡൽ ആയിട്ടുള്ള റെസ്പോൺസ് ഒബ്റ്റെയിൻ ചെയ്യും. ഈ രീതിയിലുള്ള കോസിനുസോയിഡ് അത് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സീറോയും കൂടെ ഉണ്ടാവണം. അഡീഷണലി നമുക്കൊരു സീറോയും കൂടെ ഉണ്ടെങ്കിൽ കോസിനുസോയിഡൽ. ഇവിടെ സീറോ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സിനുസോയിഡൽ ആയിരിക്കും. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ കേസുകളിലും ഈ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിൽ ഈ രീതിയിൽ വരുന്നതായിരിക്കും. അതായത് നെഗറ്റീവ് റിയൽ ആക്സിസിനല്ലാതെ 2 ആക്സിസുകളിലും അല്ലാതെ പോൾസിൻ്റെ ലൊക്കേഷൻ ലൈ ചെയ്യുന്നതായിട്ട് വരിക. എഗെയിൻ ഇവിടുത്തെ വാല്യൂ അസ്യൂം ചെയ്യുക -2 + 3j. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു പോൾ മാത്രമായിട്ട് ഒരിക്കലും വരില്ല. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ടുള്ള -2 - 3j വരും.
ഈ രീതിയിൽ രണ്ട് പോൾസ് വരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഫോളിങ് എക്സ്പോണൻഷ്യൽ, അതായത് ഇ റേസ് ടു മൈനസ് എ ടി മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ടി, റൈറ്റ്, സൈൻ ടി. കോസ് ടി വരാത്തതിന് കാരണം ഇവിടെ സീറോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ രണ്ട് പോൾസ് മാത്രമേ ഉള്ളൂ, അത് ഈ രീതിയിലാണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇ റേസ് ടു മൈനസ് എ ടി സൈൻ ടി എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഈ പോളിൻ്റെ ലൊക്കേഷൻ ജെഒമേഗ ആക്സിസിലാണെങ്കിൽ പെർഫെക്റ്റ് സൈൻ വേവായി. ഇനി ആ ജെഒമേഗ ആക്സിസിൽ നിന്ന് മൂവ് ചെയ്ത്, അതായത് ഇനിഷ്യലി ഞാൻ ഈ കളറിൽ കണ്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ ആയപ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത റെസ്പോൺസ് സിനുസോയിഡലായിരുന്നു, റൈറ്റ്. ഇനി അത് മൂവ് ചെയ്യുന്നോറും ഇവിടെ ആയിട്ട് തന്നെ അത് വന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാണ്ട് ഈ രീതിയിൽ ഫോളിംഗ് ആണ്, റൈറ്റ്. ഇതിൻ്റെ എൻവലപ്പ് ഇ റേസ് ടു മൈനസ് എ ടി ടൈപ്പ്, ഇ റേസ് ടു മൈനസ് എ ടിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി ഇത് വീണ്ടും ഫർദർ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിലേക്ക് പോവുകയാണെങ്കിൽ അത് വീണ്ടും നന്നായിട്ട് തന്നെ ഫോളോ ചെയ്ത് വരും. വളരെ ഡീപ്പ് സ്ലോപ്പിലായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ കാലം ഡീപ്പ് സ്ലോപ്പിലേക്ക് വരും. ഇത് ഈ രീതിയിൽ മൂവ് ചെയ്ത് വരുമ്പോഴേക്കും, റൈറ്റ്, ഇങ്ങോട്ട് പോകുന്നവരും അത് ഈ രീതിയിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ പെർഫെക്റ്റ് സിനുസോയിഡൽ വേണമെങ്കിൽ ജെഒമേഗ ആക്സിസിലായി ചെയ്യും. സിമിലർലി അത് ഫോളിങ് സിനുസോയിഡലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സൈഡ് ഓഫ് ദി എക്സ്പ്ലെയിനിലേക്ക്, മൈനസ് ഇൻഫിനിറ്റി സൈഡിലേക്ക് അത് മൂവ് ചെയ്ത് പോകുന്നു എന്നാണ് മീൻ. ഇനി സിമിലർലി നെക്സ്റ്റ് വൺ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വണ്ണിൽ കോംപ്ലക്സ് വേരിയബിൾസ്, കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ഈ പൊസിഷനിൽ വരുന്നുണ്ട്. ഇത് 2 + 3j 2 - 3j. ഞാൻ പറഞ്ഞു ഇത് റൈറ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിൻ ആണ്. റൈറ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിൽ ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് t ടെൻഡ് ടു ഇൻഫിനിറ്റി അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ജെഒമേഗ ആക്സിസ് ആണെങ്കിൽ പെർഫെക്റ്റ് സിനുസോയിഡലായി റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൈസിങ് ആവാം അല്ലെങ്കിൽ ഫോളിങ് ആവാം. ഇതിപ്പോൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫോളിങ് സിനുസോയിഡൽ വേവ് ഫോം ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ എൻവലപ്പ് ഇ റേസ് ടു എ ടി ഫോമിലാണ്. സോ ഇതിൻ്റെ ടോട്ടൽ വേവ് എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി സൈൻ ടി ആയിരിക്കും. ഇ റേസ് ടു എ ടി സൈൻ ടി ആസ് ടി ടെൻഡ് ടു ഇൻഫിനിറ്റി അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഇതാണെങ്കിൽ ആസ് ടി ടെൻഡ് ടു ഇൻഫിനിറ്റി അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യും, ഇത് ഒരിക്കലും യൂസ് ചെയ്യത്തില്ല. പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ അല്ല ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യം വേറൊരു ഫിഗറിലും കൂടെ തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോളിൻ്റെ ലൊക്കേഷൻ, ഫസ്റ്റ് പോളിൻ്റെ ലൊക്കേഷൻ വേറെ കളർ സെലക്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് പോളിൻ്റെ ലൊക്കേഷൻ പോൾ 1, ഫസ്റ്റ് പോളിൻ്റെ ലൊക്കേഷൻ ജെഒമേഗ ആക്സിസിന് അടുത്താണ്. അപ്പോൾ അത് പതുക്കെ മാത്രമേ അത് ഫോളോ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് വളരെ കുറവാണ്, റൈറ്റ്. ബട്ട് ഇനി സെക്കൻഡ് കേസ് എടുക്കുക. സെക്കൻഡ് കേസിൽ പോളിൻ്റെ ലൊക്കേഷൻ ലെഫ്റ്റ് സൈഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക്, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് സഡൻലി തന്നെ ഫോളോ ചെയ്യും. ഇനി അടുത്തൊരു പോള് കറസ്പോണ്ടിംഗ്ലി നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് വരുന്നത് ഇങ്ങനെ വന്നു വീണ്ടും ഫർദറായി. ഇപ്പോൾ ആ പോളിൻ്റെ ലൊക്കേഷൻ മൈനസ് ഇൻഫിനിറ്റീൻ്റെ അടുത്തോട്ട് പോകും തോറും അതിൻ്റെ സ്ലോപ്പ് വളരെയേറെ ഹയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന കണക്ക് വരുന്നു. സോ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇതിൽ ഫിഗറിലും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കേസാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോളിൻ്റെ ലൊക്കേഷൻസ്. ഈ പോളും കോംപ്ലക്സ് പോൾസ് ആയിട്ട് വരുന്നത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനത്തുള്ളൊരു ഫിഗർ വരും, റൈറ്റ്. അതിൻ്റെ സ്ലോപ്പ് അതിൻ്റെ ഇ റേസ് ടു എ ടിയുടെ എയുടെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യുക. അത് കറസ്പോണ്ടിംഗ്ലി ഈ നെക്സ്റ്റ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഫോൾ കുറവാണ്. ഇനി സെക്കൻഡ് കേസ് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് സ്ലോപ്പ് അല്ലെങ്കിൽ എയുടെ വാല്യൂ ഫർദറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്ക്ലി റെസ്പോണ്ട് ചെയ്യും, ക്വിക്ക്ലി ആയിട്ട് തന്നെ ഇത് ഫോൾ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ടി ടെൻഡ് ഇൻറ്റു 0 ഇത് പെട്ടെന്ന് റീച്ച് ചെയ്യും. ഇത് ടി ടെൻഡ് ഇൻറ്റു 0 വളരെ പതുക്കെ, ടി ടെൻഡ് ഇൻറ്റു 0 അല്ല, ഇതിൻ്റെ വാല്യൂ, ഈ ഫംഗ്ഷൻ്റെ വാല്യൂ പെട്ടെന്ന് 0യിലേക്ക് റീച്ച് ചെയ്യും. സിമിലർലി ഈ ഫംഗ്ഷൻ്റെ വാല്യൂ പെട്ടെന്ന് 0യിലേക്ക് റീച്ച് ചെയ്യും. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ പെട്ടെന്ന് 0യിലേക്ക് റീച്ച് ചെയ്യത്തില്ല. സോ നെക്സ്റ്റ് ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിലാണ് പോൾസ് ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. സിമിലർലി പോൾസ് റൈറ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിലാണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. ഇനി പോൾസ് എക്സാക്ട്ലി ജെഒമേഗ ആക്സിസിലാണെങ്കിൽ അത് മാർജിനലി സ്റ്റേബിൾ ആയിരിക്കും, റൈറ്റ്. Similarly, when there are multiple poles on the geomega axis, the network is said to be unstable. ഒരു ലൊക്കേഷനിൽ തന്നെ
ഈ രീതിയിൽ പോൾസ് വരികയാണ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മൾട്ടിപ്പിൾ പോൾസ് വരികയാണ്. സിമ്പിൾ പോളല്ല, മൾട്ടിപ്പിൾ പോൾ വരുന്നുണ്ടെങ്കിൽ ഇത് കറസ്പോണ്ടിംഗ്ലി അൺസ്റ്റേബിൾ ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിട്ട് വരും. Similarly, next one, when the poles move away from the j-axis toward the left half of the S-plane, the relative stability of the network improves. നേരത്തെ പറഞ്ഞു -ഇൻഫിനിറ്റിയിലേക്ക് കൂടുതലായിട്ട് പോൾസ് പോകുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഫർദർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യും. സോ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. I of s equal to 2s divided by s plus 1 into s plus 2. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ പോൾസോറോ പ്ലോട്ട് വരയ്ക്കാനും സിമിലർലി ഗ്രാഫിക്കലി ഒപ്റ്റെയിൻ ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് റെസ്പോൺസ് ഐ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനു മുമ്പ് പോൾസോറോ പ്ലോട്ട് ഒപ്റ്റെയിൻ ചെയ്യണം. അത് ഗ്രാഫിക്കലി ഒപ്റ്റെയിൻ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഇതിൻ്റെ പോൾസും സീറോസും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഐ ഓഫ് എസ് ഈക്വൽ ടു തന്നിരിക്കുന്ന 2 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ആണ്. സോ ഇതിൻ്റെ ന്യൂമറേറ്റർ പാർട്ട് ഇക്വേറ്റഡ് ടു 0 ചെയ്യുക. സോ പോൾസ് ഡിനോമിനേറ്റർ പാർട്ട് ഇക്വൽ ടു 0 ചെയ്യാം. പോൾസ് എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു -1 ആൻഡ് -2. സിമിലർലി നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന സീറോസ് ഒറ്റ സീറോ മാത്രമേ ഉള്ളൂ, 0 അറ്റ് എസ് ഈക്വൽ ടു 0. ഇനി ഇതിന് കറസ്പോണ്ടിംഗ്ലി പോൾ സീറോ പ്ലോട്ട് ഒന്ന് ട്രേസ് ചെയ്യാം. പോൾ സീറോ പ്ലോട്ടിൽ ഇത് സിഗ്മ ആക്സിസ് എല്ലാം പ്രോപ്പർലി മാർക്ക് ചെയ്യണം. സിഗ്മ ജെ ഒമേഗ, എന്നിട്ട് ഇവിടെ എഴുതണം എസ് പ്ലെയിൻ. ആദ്യം 0 മാർക്ക് ചെയ്യാം. 0നെ 0 ഇട്ട് തന്നെ, 0 എന്ന് പറയുന്ന ഇതിട്ട് തന്നെ മാർക്ക് ചെയ്യുക. 0 അത് എസ് ഈക്വൽ ടു 0യിലാണ്. റൈറ്റ്. ഇനി നെക്സ്റ്റ് പോൾസ് അറ്റ് -1 ആൻഡ് -2. -1 -2 ഈ രീതിയിലാണ് രണ്ട് പോൾസും ലൈ ചെയ്യുന്നത്. ഇത് ഇൻഫിനിറ്റിയിലേക്ക് വേണ്ടി. അപ്പോൾ പോൾ സീറോ പ്ലോട്ടിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഹെൻസ് ഒപ്റ്റെയിൻ ഐ ഓഫ് ടി, ഗ്രാഫിക്കലി ഒപ്റ്റെയിൻ ഐ ഓഫ് ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഗ്രാഫിക്കലി ഐ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇതിന് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലാണ് എഴുതേണ്ടത്. ഐ ഓഫ് എസ് ഈക്വൽ ടു കെ ബൈ എസ് പ്ലസ് 1 പ്ലസ് k1 ബൈ എസ് പ്ലസ് 1 പ്ലസ് k2 ബൈ എസ് പ്ലസ് 2 ആയിട്ട്. k2 ബൈ എസ് പ്ലസ് 2. നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ k1 ആൻഡ് k2 കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഗ്രാഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിൽ ഈക്വേറ്റഡ് ടു കോൺസ്റ്റൻസ് കോഎഫിഷ്യൻസ് ആ രീതിയിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗ്രാഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഇതിൽ ഗ്രാഫിക്കലി കാൽക്കുലേഷനിലേക്ക് ഇപ്പോൾ ഗ്രാഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി k1 എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോൾ, 1 എന്ന് പറയുന്ന -1 എന്ന് പറയുന്ന പോളിൽ ബാലൻസ് വരുന്ന സീറോസും പോൾസും ഓഫർ ചെയ്യുന്ന ഫേസിൽ നിന്നാണ് ഈ k1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡീറ്റെയിൽലി നമുക്ക് ചെക്ക് ചെയ്യാം. k1 ഈക്വൽ ടു k1 കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. k1 ഈക്വൽ ടു ഇവിടെ കോഎഫിഷ്യൻറ്റ് 2 ആയിട്ട് തന്നിട്ടുണ്ട്, കോൺസ്റ്റൻറ്റ് 2 ആയിട്ട് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് 2 ഇൻറ്റു ഇനി നമ്മളവിടുത്തെ ഫേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഫേസ് ഈ പോളിലേക്ക് ബാലൻസ് വരുന്ന സീറോസും പോൾസും ഓഫർ ചെയ്യുന്ന ഫേസറാണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഞാൻ ആക്സിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്സിസിൽ ഈ ഡയറക്ഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. റൈറ്റ്. ഇനി ഇത് ഈ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്തുമ്പോൾ 90 ഡിഗ്രി അറ്റൈൻ ചെയ്യും. ഇനി എഗെയിൻ ഈ ഒരു പോർഷനിലെത്തുമ്പോൾ 180 ഡിഗ്രി അറ്റൈൻ ചെയ്യും. ഈ ഒരു പോർഷനിലെത്തുമ്പോൾ 270 ഡിഗ്രി അറ്റൈൻ ചെയ്യും. എഗെയിൻ 360 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി ആയിട്ട് വരും. ഇനി തിരിച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഒപ്റ്റേറ്റ് ചെയ്യുന്നത് -90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ -180 ഡിഗ്രി ആയിരിക്കും, ഇവിടെ സിമിലർലി -270 ഡിഗ്രി ആയിരിക്കും, എഗെയിൻ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇതനുസരിച്ചാണ് ആ ഫേസർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ആദ്യം ആ 0യിൽ നിന്നുള്ള ഫേസറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 0യിൽ നിന്നുള്ള ഫേസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 ഈ പൊസിഷനിൽ ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് വരുന്നത്. റൈറ്റ്. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പം 1 ആണ്. റൈറ്റ്. 0യും 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 1 ആംഗിൾ 180 ഡിഗ്രി. ഫേസർ 180 ഡിഗ്രി ആയി. യെല്ലോ കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 നിന്ന് 90 180 ഡിഗ്രി ആയി. റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് വൺ നമുക്ക് ചെക്ക് ചെയ്യാം.
നെക്സ്റ്റ് വണ്ണിൽ ഈ പോൾ ഓഫർ ചെയ്യുന്ന ഈ 1 എന്ന് പറയുന്ന പോളിലേക്ക് പോൾ അറ്റ് 2 ഓഫർ ചെയ്യുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഗെയിൻ 1 ആണ്. കാരണം പോൾ അറ്റ് 2ഉം പോൾ അറ്റ് 1ഉം തമ്മിലുള്ളതാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 വരും. സോ 1 ആംഗിൾ. ഇനി ഈ പോള് ഇവിടെ നിന്നാണ് നമ്മൾ നോക്കി തുടങ്ങാൻ പോകുന്നത്, റൈറ്റ്? ഈ ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് നോക്കി തുടങ്ങുന്നത്. അപ്പം നിലവിലുള്ള അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, റൈറ്റ്? നിലവിലുള്ള ഫേസ് തന്നെ അതിന് കറസ്പോണ്ടിംഗ്ലി 180 ഡിഗ്രിയാണ്. ഇനി 180 ഡിഗ്രിയിൽ നിന്നും ഈ പൊസിഷനിലേക്ക് ഒരു തവണ ഇത് കറസ്പോണ്ടിംഗ്ലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ പോയിന്റിൽ എത്തുമ്പോൾ -90 ഡിഗ്രി ആയി. എഗെയിൻ ഈ പറയുന്ന റിയൽ ആക്സിസിലേക്ക് എത്തുമ്പോൾ അടുത്തൊരു -90 ഡിഗ്രി ആയി. സോ നെറ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയിലേക്ക് എത്തും, റൈറ്റ്? ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസ് എടുക്കുമ്പം പോൾ അറ്റ് S=2 ആണ്. ഈ പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് വന്നു. നമ്മൾ ഫേസർ ചെക്ക് ചെയ്യുമ്പം ഈ പോൾ ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ഈ സൈഡിലേക്കാണ്, ഈ വേയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇവിടുത്തെ ഫേസ് തന്നെ 180 ഡിഗ്രി ഉണ്ട്. ഇത് കറസ്പോണ്ടിംഗ്ലി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. സോ നിലവിലുള്ള 180 ഡിഗ്രി -180 ഡിഗ്രി വരും. സോ അതുകൊണ്ട് നെറ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 ആംഗിൾ 180 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആയിട്ട് വരും, റൈറ്റ്? ഇനി സിമിലർലി നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റ് ചെയ്യാം. K2 വേറൊരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, K2 ഇതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. K2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പോളിൽ 0 വരുത്തുന്ന എഫക്റ്റാണ്. 0 വരുത്തുന്ന എഫക്റ്റ് എന്ന മാഗ്നിറ്റ്യൂഡ് നേരത്തെ ഉള്ള പുറത്തുള്ള കോൺസ്റ്റന്റ് 2 ഉണ്ട്. ഇനി കറസ്പോണ്ടിംഗ്ലി മാഗ്നിറ്റ്യൂഡ് 2 ഉണ്ട്. ഫേസർ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഉണ്ട്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇനി പോള് S=2ലുള്ള പോളിലേക്ക് S=1ലെ പോൾ ഓഫർ ചെയ്യുന്നതാണ് എടുക്കുന്നത്. സോ നമ്മൾ എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എഗെയിൻ 1 വന്നു. ഫേസർ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യണപ്പോൾ 180 ഡിഗ്രിയും വന്നു. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 × 2 ആംഗിൾ 180 ഡിഗ്രി ഈസ് -2. ഇനി ഡിനോമിനേറ്റർ പാർട്ടിൽ -1 വരും. സോ ഇൻ എഫക്റ്റ് ഈക്വൽ ടു 4 എന്നും -2 എന്നും വന്നു. ഇനി അത് തിരിച്ചു കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് I(s) ഈക്വൽ ടു K1 എന്ന് പറയുന്നത് -2 ആയി. -2/s+1 പ്ലസ് 4/s+2. ഇതിന് ഇൻവേഴ്സ് ട്രാൻസ്ഫർ എടുത്താൽ മതി. സോ I(t) ഈക്വൽ ടു -2 e⁻⁻t പ്ലസ് 4 e⁻⁻2t u(t). റൈറ്റ്? സോ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ V(s) തന്നിട്ടുണ്ട്. V(s) = 3s divided by s+2 into s² plus 2s plus 2. Obtain Phasor diagram and graphically obtain V(t). Phasor diagram വരയ്ക്കുക. നെക്സ്റ്റ് അതിൽ നിന്ന് V(t) കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യനും ആയിട്ട് സിമിലർ ആണ്. സോ ഇതിൻ്റെ പോൾസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പോൾസ് ആർ അറ്റ് s=-2 ആൻഡ് s² plus 2s plus 2 ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം s=-1 ± j1 ആയിട്ട് വരും, റൈറ്റ്? പോൾസ് -2ലും നെക്സ്റ്റ് -1 ± j1 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. സിമിലർലി സീറോസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഒറ്റ സീറോയേ ഉള്ളൂ. 0 അറ്റ് s=0. 0 വരുന്നത് s=0 ആയിരിക്കും, റൈറ്റ്? ഇനി ഇതിൻ്റെ Phasor പ്ലോട്ട് വരയ്ക്കാം. Phasor പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടി ആക്സിസ് മാർക്ക് ചെയ്യുന്നു. സിഗ്മ j⍵ s പ്ലെയിൻ. നെക്സ്റ്റ് ഫസ്റ്റ് s=0 ഒരു 0 ഉണ്ട്. നെക്സ്റ്റ് s=-2 ഒരു പോൾ ഉണ്ട്. ഇവിടെ -2. ഇനി അടുത്ത പോള് -1 ± j1 ആണ്. ഇത് ഇവിടെ ആയിട്ട് വരും, റൈറ്റ്? ഇത് -1 + j1, ഇത് -1 - j1 ആണ്.
റൈറ്റ്. ഇനി നേരത്തെ ചെയ്ത കണക്ക് വി ഓഫ് എസ് ഈക്വൽ ടു K1 by S plus 2 plus K2 by പോസിറ്റീവ് ആയിട്ടുള്ള ഇത് ആദ്യം എടുക്കാം. സോ എസ് പ്ലസ് 1 മൈനസ് J1, റൈറ്റ്. ഇതാണ് എസ് ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്യുമ്പോൾ -1 പ്ലസ് J1 ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. പ്ലസ് നെക്സ്റ്റ് വൺ K3 എടുക്കണ്ട, ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് വേണ്ടി K2 എന്ന് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. K2 ബൈ എസ് പ്ലസ് 1 പ്ലസ് J1, റൈറ്റ്. ഇനി K1 K2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ചെയ്ത കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. K1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് കോഎഫിഷ്യന്റ് സ്കെയിലിംഗ് ഫാക്ടർ 3 ആയിട്ട് തന്നിട്ടുണ്ട്. സോ 3 ഇൻറ്റു ഈ കളർ 3 ഇൻറ്റു നെക്സ്റ്റ് എസ് ഈക്വൽ ടു നമ്മുടെ 0-യിലുള്ളത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. 0-യിലേക്ക് അത് ഓഫർ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ 0-യിലേക്ക് ഓഫർ ചെയ്യുന്നത് കറസ്പോണ്ടിംഗ്ലി മാഗ്നിറ്റ്യൂഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ പോള് ഓഫർ ചെയ്യുന്നത്, റൈറ്റ്, പോള് ഓഫർ ചെയ്ത് വരുന്നത് ഓക്കെ. സോ എസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ പോളിലേക്ക് ഈ 0 ഓഫർ ചെയ്യുന്ന ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. സോ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്ന 2 ആണ്. സോ 2 ആംഗിൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ പോസിറ്റീവ് ഫേസ് ആണ്, റൈറ്റ്, പോസിറ്റീവ് ഫേസ് ആണ്. സോ 2 ആംഗിൾ 180 ഡിഗ്രി. ഇനി അടുത്തത് ഈ പോള് -2 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള പോളിലേക്ക് ഓഫർ ചെയ്യുന്ന ഫേസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആ ട്രയാങ്കിൾ, ഇവിടെ ഉണ്ടാകുന്ന ട്രയാങ്കിൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ട്രയാങ്കിളിൻ്റെ ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ. സിമിലർലി ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഇനി √1² + 1² ആണ് ഇവിടെ വരുന്നത്. സോ അതുകൊണ്ട് ഈ ലെന്ത് 2 ആയിരിക്കും, റൈറ്റ്. മാഗ്നിറ്റ്യൂഡ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇവിടുത്തെ ഫേസും കൂടെ നമുക്കൊന്ന് എടുക്കണം. ഫേസ് ഇവിടുത്തെ ഫേസ്, റൈറ്റ്, ഈ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രിയാണ്. ഇത് ഒരു ലെന്ത് ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. സോ അതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിളിൽ ഇവിടെ 45 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 45 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഈ ഒരു ഫേസ്, ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ഫേസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ഇനി ഈ പോള് -2 എന്ന് പറയുന്ന പോളിലേക്ക് ഓഫർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് നേരത്തെ തന്നെ ഒബ്റ്റെയിൻ ചെയ്തു, √2, റൈറ്റ്. സോ അതുകൊണ്ട് √2 ഫേസർ എന്ന് പറയുന്നത് പോള് ഇവിടെ ഇരിക്കുന്ന പോളാണ്. അത് ഈ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്, റൈറ്റ്. ഇതിന് മേലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. ക്ലോക്ക് വൈസ് ആയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 90 ഡിഗ്രി എത്തി. പിന്നെ അതിനോടൊപ്പം ഒരു 45 ഡിഗ്രിയും കൂടെ മൂവ് ചെയ്യും. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഫേസ് -135 ഡിഗ്രി ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ഫേസ് ആയിരിക്കും വരുന്നത്, റൈറ്റ്. നെക്സ്റ്റ് ഈ പോള് ഇത് കണക്ക് എസ് ഈക്വൽ ടു -2 ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫേസറിൻ്റെ മാത്രം ഡിഫറൻസ് വരും. അതായത് റിയൽ പാർട്ട് √2 വരും, മറ്റത് ഓപ്പോസിറ്റ് സൈൻ വരും. അതായത് 135 ഡിഗ്രി തന്നെ വരും. സോ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ ആൻസർ -3 എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി K2 കാൽക്കുലേറ്റ് ചെയ്യാം. K2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി K2 എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് പോളിലെ ഈ പോളിലേക്ക് എസ് ഈക്വൽ ടു -2-ലുള്ള പോൾസും -2-ലുള്ള പോളും ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയറും സിമിലർലി 0യും ഓഫർ ചെയ്യുന്ന ഫേസ് ആണ്. ന്യൂമറേറ്റർ പാർട്ടിൽ 0 റിലേറ്റ് ചെയ്യുക. 3 കോൺസ്റ്റന്റ് പുറത്തുണ്ടായിരുന്നു, ഇവിടെ ഉള്ള 3 യൂസ് ചെയ്തു. നെക്സ്റ്റ് ഇനി 0 ഓഫർ ചെയ്യുന്ന ഫേസറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊന്ന് കളർ ചേഞ്ച് ചെയ്യാം. സോ ഈ ലെന്ത് നമ്മൾ അറിയണം. ഈ ലെന്ത് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യണം, റൈറ്റ്. അപ്പോൾ ഇവിടെ ലെന്ത് 1 ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ലെന്ത് 1.
ഇവിടെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് 1 ആയിട്ട്. ഇത് പ്ലസ് J1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് J1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ലെന്ത് 1 ഉണ്ട്, ഈ ലെന്തും 1 ഉണ്ട്. സോ ഈ ടോട്ടൽ ലെന്ത് എന്ന് പറഞ്ഞാൽ √(1² + 1² ആയിരിക്കും. എഗെയിൻ അതും √2 എന്ന് തന്നെ ഒപ്റ്റെയിൻ ചെയ്യും. ഇനി ഇവിടുത്തെ ഫേസ് 45 ഡിഗ്രി ആയിരിക്കും. റൈറ്റ്, ഇവിടുത്തെ ഫേസ് വേറൊരു കളർ ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടുത്തെ ഫേസ് നമുക്ക് 45 ഡിഗ്രി ആയിട്ട് വരും. ഇവിടുത്തെ ഫേസും 45 ഡിഗ്രി ആയിട്ടായിരിക്കും ഒപ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇനി ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. 3 ഈ 0 പോളിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് √2 ആണ്. സോ അതുകൊണ്ട് 3 × √2 ആംഗിൾ ഫേസ് ഇതാണ് ഇവിടെ വരുന്ന ഫേസ്. ഈ ഫേസ് എടുക്കുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ്ങിലി 0 ഇവിടെ ഉണ്ട്, 0-ൽ നിന്ന് 0 ഇവിടെ ഉണ്ട്. ഈ രീതിയിൽ വരുമ്പം 90 ഡിഗ്രി അറ്റൈൻ ചെയ്തു, ഇങ്ങനെ വരുമ്പോൾ 90 ഡിഗ്രി വന്നു, അത് കഴിഞ്ഞ് ഇത്രയും കൂടെ വരണം. അപ്പോഴത്തേക്ക് അത് ടോട്ടൽ 135 ഡിഗ്രി അത് ട്രാവൽ ചെയ്യണം. 0 ഇവിടെ നിന്ന് തുടങ്ങി 90 ഡിഗ്രി അറ്റൈൻ ചെയ്തു, എഗെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ 135 ഡിഗ്രി. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ് ആണ്. സോ 135 ഡിഗ്രി എന്ന് പറഞ്ഞു. ഡിവൈഡഡ് ബൈ, ഇനി നെക്സ്റ്റ് ഈ പോള് ഫസ്റ്റ് കോംപ്ലക്സ് കോൺജുഗേറ്റിൽ ഓഫർ ചെയ്യുന്ന ലെന്ത് എന്ന് പറയുന്നത് എഗെയിൻ √2 ആണ്. √2 ആംഗിൾ. ഇനി ഇവിടെ വരുന്ന ഫേസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 45 ഡിഗ്രിയാണ്. അത് കറസ്പോണ്ടിങ്ലി ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ √2 ആംഗിൾ 45 ഡിഗ്രി. റൈറ്റ്. ഇനി ഈ കോംപ്ലക്സ് കോൺജുഗേറ്റിലേക്ക്, ഈ കോംപ്ലക്സ് പോളിലേക്ക് അതിൻ്റെ കോൺജുഗേറ്റ് പെയർ ഓഫർ ചെയ്യുന്ന ഫേസ് ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കോൺജുഗേറ്റ് പെയർ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് കറസ്പോണ്ടിങ്ങിൽ ഓഫർ ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് ഫേസ് ആണ്, 90 ഡിഗ്രി ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ 1 ഉണ്ട്, ഇവിടെയും ലെന്ത് 1 ഉണ്ട്. സോ 2 ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3/2 എന്ന് ഒപ്റ്റെയിൻ ചെയ്തു. അപ്പോൾ K2 3/2 എന്ന് ഒപ്റ്റെയിൻ ചെയ്തു. ഇപ്പോൾ K2 3/2 വന്നു. K2 3/2 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫർ ചെയ്യുന്ന K2 സ്റ്റാർ ഓഫർ ചെയ്യുന്നതും സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും. സോ K2 സ്റ്റാർ ഈക്വൽ ടു 3/2. ദാറ്റ് മീൻസ് നമുക്ക് നെക്സ്റ്റ് V of S ഇവാലുവേറ്റ് ചെയ്യാം. V of S ഈക്വൽ ടു ഫസ്റ്റ് വൺ K1 ഈക്വൽ ടു -3 ആണ്. അപ്പോൾ -3/S+2. ഞാനിത് ഡയറക്റ്റ്ലി തന്നെ ഇങ്ങോട്ട് എഴുതുക. ഈക്വൽ ടു ഒപ്റ്റെയിൻ ചെയ്തത് -3. റൈറ്റ്. നെക്സ്റ്റ് വൺ 3/2, എഗെയിൻ നെക്സ്റ്റ് വൺ 3/2. റൈറ്റ്, 3/2 ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തു. ഇനി ഇതിൻ്റെ -3/S+2ൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ട്രാൻസ്ഫോം റിലേറ്റ് ചെയ്ത് വരുന്നത് -3 e⁻⁻²t ആണ്. റൈറ്റ്. ഇനി നെക്സ്റ്റ് വണ്ണിൻ്റെ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വണ്ണിൻ്റെ ഈ രണ്ട് ടേമിൻ്റെയും കോമൺ ആയിട്ട് എടുത്ത് ചെയ്യാം. ഈ രണ്ട് ടേമിൻ്റെയും കോമൺ ആയിട്ട് നമുക്ക് എടുത്ത് ചെയ്യാം. റൈറ്റ്. അപ്പോൾ അത് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 3/2 e⁻3/2 അതിൻ്റെ 1/s+1 -j1 ആണ്. സോ e⁻1 + j into t plus e⁻1 - j into t. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പം 3/2 ഉണ്ട്. ഇനി ഇതിനെ ഞാൻ ഡിവൈഡഡ് ബൈ 2 കൂടെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടിൽ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്തു. e⁻t കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ ബാലൻസ് വരുന്ന ടേം e⁻jt പ്ലസ് e⁻jt ആണ്. റൈറ്റ്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ഈ ടേം എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. അപ്പോൾ അതിനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ്. ഈ ടേം കോസ്റ്റ് ആണ്. 3 in കോസ്റ്റ് ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. ഈ 2ഉം 2ഉം പോകുന്നു. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് -3 e⁻²t പ്ലസ് 3 e⁻t കോസ്റ്റ് ആയിട്ടായിരിക്കും ഒപ്റ്റെയിൻ ചെയ്യുന്നത്. രണ്ടിൻ്റെയും കൂടെ സമ്മപ്പ് എടുക്കുമ്പോൾ. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ദ Phasor പ്ലോട്ട് ഓഫ് ദ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഓഫ് എ നെറ്റ്വർക്ക് ഈസ് ഗീവൻ. ഫൈൻഡ് ദ ടൈം ഡൊമൈൻ റെസ്പോൺസ് given that scaling factor equal to 5. സോ ഒരു ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ്റെ Phasor പ്ലോട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്കെയിലിംഗ് ഫാക്ടർ 5 ആയിട്ടും പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൻ്റെ ടൈം ഡൊമൈൻ റെസ്പോൺസ് ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്.
സോ ഈ ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ആയിട്ട് ഇസഡ് ഓഫ് എസ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇസഡ് ഓഫ് എസ് ഈക്വൽ ടു ആദ്യം ഒരു 0 ഉണ്ടെന്ന് പറഞ്ഞു. 0 ഈ കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ എസ് ഈക്വൽ ടു 0 തന്നെയാണ്. അതിനോടൊപ്പം സ്കെയിലിംഗ് ഫാക്ടർ 5 ആയിട്ട് പറയുന്നുണ്ട്. സോ 5 ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എസ് പ്ലസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയേഴ്സ് ആണ്. ഇവിടെ ഈ വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് -1 മൈനസ് J1 -1 പ്ലസ് J1 റൈറ്റ്. -1 പ്ലസ് J1 ഇത് -1 മൈനസ് J1 ആണ്. സോ കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയേഴ്സ് ഉണ്ടായിരിക്കുന്നത് എസ് പ്ലസ് 1 പ്ലസ് J1 റൈറ്റ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് J1 ഈ രണ്ട് ലൊക്കേഷനിലായിട്ടാണ് വരുന്നത്. സോ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നേരത്തെ ഗ്രാഫിക്കൽ ഇവാലിറ്റി ആണെങ്കിൽ K1 ബൈ എസ് പ്ലസ് 1 പ്ലസ് J1 റൈറ്റ് പ്ലസ് അതിൻ്റെ കോൺജുഗേറ്റ് പെയർ K1 സ്റ്റാർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 മൈനസ് J1 റൈറ്റ്. ഇത് രണ്ടുമാണ് നമുക്ക് അഗെയിൻ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ K1 ഇവാലുവേറ്റ് ചെയ്യുന്നത് K1 ഈക്വൽ ടു സ്കെയിലിംഗ് ഫാക്ടർ 5 ഇൻറ്റു 0 ഈ പോളിലേക്ക് ഓഫർ ചെയ്യുന്നതാണ്. സോ ഇവിടുത്തെ ആംഗിൾ ഈ ആംഗിൾ വരെ എത്തുമ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുക. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്തെ ലെന്ത് 1, ഈ ഭാഗത്തെ ലെന്ത് 1, ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് √2 ആണ്. സോ √2. ഇനി ഫേസർ ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇവിടെ 45 ഡിഗ്രിയാണ്. സോ ഇതും 45 ഡിഗ്രി ആയിരിക്കും. സോ 90 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി ഈക്വൽ ടു 135 ഡിഗ്രി. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഈ കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ഈ -1 മൈനസ് J1 എന്ന് പറയുന്ന പോള് അതിൻ്റെ കോൺജുഗേറ്റ് പെയറിലേക്ക് ഓഫർ ചെയ്യുന്നത് ഇങ്ങോട്ടുള്ള ഫേസ് ആണ്. സോ അതുകൊണ്ട് അത് 90 ഡിഗ്രി ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ 1 ഉണ്ട്, താഴോട്ടും 1 ഉണ്ട്. സോ 2 ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.54 ആംഗിൾ 45 ഡിഗ്രി. ഇതിൻ്റെ കോൺജുഗേറ്റ് പെയർ ആണ്. കോൺജുഗേറ്റ് പെയർ ആകുമ്പോൾ K1 സ്റ്റാർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് പാർട്ട് സെയിം ആണ്. ഫേസർ പാർട്ടിൽ ഡിഫറൻസ് വരും. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. -45 ഡിഗ്രി എന്ന് ഒബ്റ്റെയിൻ ചെയ്യും റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇസഡ് ഓഫ് എസ് ഈക്വൽ ടു 3.54 ആംഗിൾ 45 ഡിഗ്രി by 3.54 angle 45 degree by S plus 1 plus J1. Similarly, plus 3.54 angle minus 45 degree divided by S plus 1 minus J1. Right. ഇനി ഇതിൽ നിന്ന് Z of t ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Z of t equal to കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. Okay, Z of t equal to 3.54 angle 45 degree e raised to -1 minus J1 into t. ഇത് ഫസ്റ്റ് ഫാക്ടർ ഒന്ന് പ്ലസ് 3.54 angle -45 degree into e raised to -1 plus j into t. into t ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് ദ നെറ്റ്വർക്ക് ഫംഗ്ഷൻ f of s equal to 4s divided by s square plus 2s plus 2 from the pole zero plot at s equal to j2. ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് ഫംഗ്ഷനിൽ പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് s equal to j2 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് ഓഫർ ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡും ഫേസും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ക്വസ്റ്റ്യൻ പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഒരു നെറ്റ്വർക്ക് ഫംഗ്ഷൻ f of s തന്നിട്ടുണ്ട്. s equal to j2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ നെറ്റ്വർക്ക് ഫംഗ്ഷനിലേക്ക് വരുന്ന ആംപ്ലിറ്റ്യൂഡും ഫേസും ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ഇതിൻ്റെ ഇവാലുവേഷന് വേണ്ടി നമുക്ക് ആ പോൾ സീറോ പ്ലോട്ട് ഒന്ന് വലുതായിട്ട് തന്നെ വരയ്ക്കാം. പോൾ സീറോ പ്ലോട്ടിൽ s equal to 0ൽ ഒരു 0 ഉണ്ട്. നെക്സ്റ്റ് s square plus 2s plus 2 ആണ്. അത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയിട്ടുണ്ട് -1 plus j1ഉം -1 plus j1ഉം -1 minus j1ഉം -1 minus j1ഉം -1 plus j1ഉം. ആക്സിസുകൾ മാർക്ക് ചെയ്യാം. സിഗ്മ j ഒമേഗയാണ്. എക്സ്പ്ലെയിൻ. സോ
ഇനി ഈ പോളുകളിലെ ആദ്യത്തെ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് S=J2 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. S=J2 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക്, ഈ ഒരു പോയിന്റിലേക്ക്, ഈ ഒരു പോയിന്റിലേക്ക് വരും. അപ്പം ഇത് ഓഫർ ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് ഓഫർ ചെയ്യുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പാർട്ട് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യാം. F(J2) മാഗ്നിറ്റ്യൂഡ് പാർട്ടിൽ സീറോ ആയിട്ട് വരുത്തുന്ന ഡിഫറൻസ്, 0 ആയിട്ട് വരുത്തുന്ന ലെന്ത് ചെക്ക് ചെയ്യുമ്പോൾ 2 വരും. റൈറ്റ്, ഇവിടെ 0-ലാണിത്, ഇത് 2-ലാണ്. സോ അതുകൊണ്ട് ആ വെക്ടർ ലെന്ത് 2 വരും. 2 ഡിവൈഡഡ് ബൈ, ഇനി അടുത്ത ആ കോൺജുഗേറ്റ് പെയറിലേക്കുള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമിലർലി സെക്കൻഡ് വൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ലെന്ത് വേറൊരു കളർ യൂസ് ചെയ്യാം, കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടും. ഓക്കെ, ഈ ലെന്ത് നിങ്ങൾക്ക് 1 ആണ്, ഈ ലെന്ത് 1 ആണ്, ഈ ലെന്തും 1 ആണ്. സോ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് √2 ആയിരിക്കും. റൈറ്റ്, √2 ഇത് ലെന്ത്, ഈ ട്രയാങ്കിളിൻ്റെ ഈ ലെന്ത് √2 ആയിരിക്കും. ഇവിടെ നിന്ന് ഇവിടം വരെ മാത്രം ഓഫർ ചെയ്താൽ മതി. √2 ഇൻറ്റു നെക്സ്റ്റ് സെക്കൻഡ് വണ്ണിൻ്റെയാണ്. സെക്കൻഡ് വൺ നമ്മൾ എടുക്കുമ്പോൾ ഈ ലെന്ത് 2 വന്നു, ഈ ഇവിടുത്തെ ലെന്ത് 1ഉം വന്നു. റൈറ്റ്, ഇത് ഈ അതായത് മുകളിലത്തെ പാർട്ടിൽ 2 വന്നു, താഴത്തെ ഭാഗത്ത് 1ഉം ലെന്ത് വന്നു. അപ്പോൾ ടോട്ടൽ ലെന്ത് 3 ആണ്. അപ്പോൾ സോ ടോട്ടൽ ലെന്ത്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ലെന്ത് ഇങ്ങോട്ട് വരയ്ക്കാം. അത് ഇവിടെയാണ് ആ പോൾ ഇരിക്കുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ഈ ലെന്താണ് ഇപ്പോൾ പറഞ്ഞ 3 ആയിട്ട് വന്നു. ഈ ലെന്ത് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടുത്തെ ലെന്ത് എന്ന് പറയുന്നത് √3² + 1² ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 10 ആയിട്ട് വരും. സോ √2 ഇൻറ്റു √10 ആയിട്ട് വന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.447 എന്ന് വന്നു. റൈറ്റ്, 0.447. ഇനി ഫേസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഫേസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ടാണ്. ആദ്യം 0 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് പ്ലസ് ആയിട്ട് തന്നെ റിലേറ്റ് ചെയ്യണം, സൈൻ പ്ലസ് ആയിട്ട് റിലേറ്റ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇത് S=0-ലാണ് 0 ഉള്ളത്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി ബൈ റിയൽ ആണ്. സോ ഇവിടെ ഇമാജിനറി പാർട്ട് S=2-ലാണ്, S=0-ലാണ് ഈ പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് 2/0. റൈറ്റ്, കാരണം ഇത് വന്നിരിക്കുന്നത് ഇവിടെ ഇമാജിനറി പാർട്ട് ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ ആണ്. ഇമാജിനറിയുടെ ലെന്ത് 2 വന്നു. സിമിലർലി ഈ റിയൽ പാർട്ടിൻ്റെത് 0 ആണ് വരുന്നത്. സോ അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/0. നെക്സ്റ്റ് പോളാണ്, പോളാണ്ട് കണക്റ്റിംഗ് സൈൻ നെഗറ്റീവായി. ടാൻ ഇൻവേഴ്സ് ഓഫ് നെക്സ്റ്റ് ഇമാജിനറി ബൈ റിയൽ ആണ്. ഇമാജിനറി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ്ങിലി 1 ആയിട്ട് വന്നു. ഈ ലെന്താണ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെന്ത്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 നെക്സ്റ്റ് റിയലിൻ്റെ ലെന്തും 1 വരുന്നുണ്ട്. പ്ലസ് അല്ല, വീണ്ടും നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ പോൾ ഓഫർ ചെയ്യുന്നതാണ്. ഈ പോൾ ഓഫർ ചെയ്യുന്ന കറസ്പോണ്ടിങ്ങിലി ഇമാജിനറി എന്ന് പറയുന്നത് 3 ആയിരിക്കും. റൈറ്റ്, ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ലെന്താണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ലെന്ത്, ഈ ലെന്ത് 1 ആണ്, നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തതാണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി മൈനസ് 71.56 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 26.56 ഡിഗ്രി എന്ന് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ഫൈൻഡ് ദ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഓഫ് ദ ഗീവൺ നെറ്റ്വർക്ക് എന്നാണ്. ഈ ഗീവൺ നെറ്റ്വർക്കിന്റെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ഇന്ന് ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു 1 പോർട്ട് നെറ്റ്വർക്കാണ്. അതായത് ഇതൊരു 1 പോർട്ട് നെറ്റ്വർക്കാണ്. ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഭാഗത്ത് S+1/S. സോ S+1/S പാരലൽ വിത്ത് S. റൈറ്റ്, ഇതിപ്പോൾ S+1/S ആയി. അതിനോടൊപ്പം പാരലൽ വിത്ത് S +1/S. റൈറ്റ്, S+1/S പാരലൽ വിത്ത് S ആദ്യം വർക്കൗട്ട് ചെയ്യാം. സോ ഇതിനു വേണ്ടി ഞാൻ S² + 1/S പാരലൽ വിത്ത് S, ഈ ഭാഗം ഞാൻ ആദ്യം ചെയ്യാണ്.
equal to s square plus 1 by s into s divided by s square plus 1 by s plus s, right, equal to s square plus 1 into s divided by s square plus 1 plus s square, right. അപ്പോൾ ഈ ഒരു പോർഷൻ കിട്ടി. ഇനി അടുത്ത ഇതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്ലസ് 1 ബൈ എസ് കൂടെയാണ്. ഇതിൻ്റെ കൂടെ പ്ലസ് 1 ബൈ എസ് കൂടെ ആഡ് ചെയ്യാം. അപ്പോഴത്തേക്ക് സൊല്യൂഷനായി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് എസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എസ് സ്ക്വയർ, റൈറ്റ്, പ്ലസ് 1 ബൈ എസ്. ന്യൂമറേറ്റർ കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എസ് റൈസ് ടു 4 പ്ലസ് എസ് കൊണ്ടുവന്ന് വിടുന്നു. എസ് സ്ക്വയർ എസ് റൈസ് ടു 4 ആയി, പ്ലസ് എസ് സ്ക്വയർ. ഇനി ഇത് കൊണ്ടുവന്ന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ക്യൂബ് പ്ലസ് എസ് ക്യൂബ് വരും. സോ 2s ക്യൂബ് പ്ലസ് എസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന എസ് റൈസ് ടു 4 പ്ലസ് 3s സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2s ക്യൂബ് പ്ലസ് എസ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഇംപിഡൻസ് ഫംഗ്ഷൻ Z12s ഫോർ ദ നെറ്റ്വർക്ക്. ഇംപിഡൻസ് ഫംഗ്ഷൻ Z12 ഓഫ് എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ഇതിൽ Z12 ഓഫ് എസ് എന്ന് പറയുന്നത് V1, Z എന്ന് പറഞ്ഞാൽ V ബൈ I ആണ്. ഇവിടുത്തെ റേഷ്യോ 1:2 ആണ്. സോ V1 ബൈ I2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ടും എസ് ഡൊമൈനിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് തന്നെ എസ് ഡൊമൈൻ ആണ്. സോ അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും തന്നെയില്ല. സോ V1 ഓഫ് എസ് ആദ്യം നമുക്ക് എടുക്കാം. V1 ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകളുടെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് ആണ്. സോ ആ കറണ്ട് ഇൻറ്റു ടോട്ടൽ ഇംപിഡൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I1 ഓഫ് എസ്. ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് R പാരലൽ 1 ബൈ എസ് സി ആണ്. സോ R പാരലൽ വിത്ത് 1 ബൈ എസ് സി ആണ്. അത് ഇങ്ങോട്ടൊന്ന് എഴുതി കാൽക്കുലേറ്റ് ചെയ്യാം. R പാരലൽ 1 ബൈ എസ് സി ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2 ആണ്. സോ അതുകൊണ്ട് R പ്ലസ് 1 ബൈ എസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ് സി ആർ ആയിട്ട് വരും. സോ I1 ഓഫ് എസ് ഇൻറ്റു R ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ് സി ആർ. ഇനി I2 ഓഫ് എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. I2 ഓഫ് എസ് എന്ന് പറയുന്നത് ഇവിടെ കൂടെ പോകുന്ന കറണ്ടാണ്. അതായത് ഈ രീതിയിൽ വരുന്നതാണ്. ഇവിടെ വേറെ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല, വേറെ ഒന്നിനെ കുറിച്ചും മെൻഷൻ ഇല്ല, വേറെ എലമെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ I2 ഓഫ് എസ് തന്നെയാണ് I1 ഓഫ് എസിലേക്കും കയറുന്നത്. റൈറ്റ്, I2 ഓഫ് എസ് തന്നെയാണ് ഈ I1 ഓഫ് എസിലേക്കും കയറുന്നത്. സോ അത് ക്യാൻസൽ ചെയ്യുക. സോ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നു. R ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ് സി ആർ തന്നെയായിരിക്കും ആൻസർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് ഫൈൻഡ് ദ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ദ ഗീവൺ നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. എൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് V2 ഓഫ് എസ് ബൈ V1 ഓഫ് എസ് ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ തന്നെ ആൻസറായി. ഇനി V2 ഓഫ് എസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. V2 ഓഫ് എസ് എന്ന് പറയുന്നത് ഈ പോയിന്റുകളുടെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് ആണ്. സോ ഇതൊരു സീരീസ് ആയിട്ടാണ് ആറും 1 ബൈ എസ് സിയും കണക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, സീരീസ് ആയിട്ടാണ് ആറും 1 ബൈ എസ് സിയും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ ഫിഗർ ഇരിക്കുന്നത്. R 1 ബൈ എസ് സി. ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മാത്രമുള്ള ആ ടെർമിനലിനെയാണ് V2 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ അതിൽ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവാതെ പോകും. V2 ഓഫ് എസ് എന്ന് പറയുന്നത് V1 ഇൻറ്റു ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. റൈറ്റ്, ഇപ്പം V2 കിട്ടി. ഇനി ഡിവൈഡഡ് ബൈ V1 ആണ് എൻ്റെ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫോമിൽ തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈക്വൽ ടു നമുക്ക് അതിനെ എസ് സി കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ് സി ആർ ആയിട്ട് റിലേറ്റ് ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിനെ യൂഷ്വലി എപ്പോഴും എഴുതേണ്ടത് ഡിനോമിനേറ്റർ പാർട്ടിൽ എസ് കോയിഫിഷ്യൻ്റ് 1 ആയിട്ട് വരുന്ന രീതിയിൽ വേണം എഴുതേണ്ടത്. സോ അതുകൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആർ സി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. സോ 1 ബൈ ആർ സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ബൈ ആർ. ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇത്
എസ് പ്ലസിൻ്റെ ഫോമിൽ തന്നെ റിലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്ന പോൾ അറ്റ് എസ് ഈക്വൽ ടു -1/RC എന്നുള്ള മീനിങ് ആണ് തരുന്നത്. ഈ ഒരു ഫംഗ്ഷൻ തരുന്നത് എൻ്റെ പോൾ, ഈ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുന്നതിൻ്റെ പോൾ ഒരു 1/RC ഒരു പോൾ ഉണ്ട്. RC നെറ്റ്വർക്കിനെ റിലേറ്റ് ചെയ്യുമ്പം RC എന്ന് പറയുന്നത് എഗെയിൻ ടൈം കോൺസ്റ്റൻറ്റും ആണ്.